2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക്. വെനസ്വേലയിലെ ജനങ്ങളുടെ അവകാശത്തിനായുള്ള നിരന്തര പോരാട്ടത്തിനുള്ള അംഗീകാരമാണ് പുരസ്കാരമെന്ന് സമിതി വിലയിരുത്തി. സമാധാനത്തിനുള്ള നൊബേൽ സ്വന്തമാക്കുന്ന 20ാമത് വനിതയാണ് മരിയ കൊറീന. ചുറ്റും പടരുന്ന ഇരുട്ടിനിടയിൽ നിന്ന് ജനാധിപത്യത്തിന്റെ ദീപശിഖ അണയാതെ കാക്കുന്ന ധീരയും പ്രതിബദ്ധതയുമുള്ള സമാധാനത്തിന്റെ വക്താവിനാണ് ഇത്തവണത്തെ പുരസ്കാരമെന്ന് നൊബേൽ പുരസ്കാര നിർണയ സമിതി. അതിനർഹയായത് മരിയ കൊറീന മച്ചാഡോ, വെനിസ്വേലയുടെ ഉരുക്കു വനിത, ജനാധിപത്യ പ്രക്ഷോഭത്തിലെ മുൻനിര പോരാളി, ഛിന്നഭിന്നമായ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിച്ചു നിർത്തുന്നതിൽ മുൻപന്തിയിൽ നിന്ന അനിഷേധ്യ നേതാവ്. ഇതൊക്കെയാണ് മരിയ കൊറീന മച്ചാഡോയുടെ വിശേഷണം. വെനിസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തര പോരാട്ടത്തെ മുൻനിരയിൽ നിന്ന് നയിച്ചയാൾ, സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള അധികാര കൈമാറ്റത്തിനും ജനതയുടെ അവകാശ സമരത്തിനും വേണ്ടി നിലകൊണ്ട നേതാവ്. ലാറ്റിൻ അമേരിക്കയിൽ അടുത്തിടെയുണ്ടായ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിലൊരാളായ മരിയ 2002 മുതലാണ് സജീവ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നത്. 2012 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും തോറ്റു. 2014 നിക്കോളാസ് മദുറോ സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിന്റെ ചുക്കാൻ പിടിച്ചതും മരിയ. 2018 BBC ലോകത്തിലെ കരുത്തരായ 100 വനിതകളെ തെരഞ്ഞെടുത്തപ്പോൾ ആ പട്ടികയിൽ ഇടം പിടിച്ചു. ലോകത്തെ സ്വാധീനിച്ച വനിതകളുടെ പട്ടിക ഈ വർഷം ടൈം മാഗസിൻ തയ്യാറാക്കിയപ്പോൾ അതിലും മരിയ മച്ചാഡോയുണ്ട്. കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയന്റെ പരമോന്നത മനുഷ്യാവകാശ പുരസ്കാരവും മരിയ മച്ചാഡോയെ തേടിയെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.